അരി കഴുകി ഉണക്കി പൊടിപ്പിക്കാം. ഓണമൊക്കെ അല്ലേ, അപ്പം അരി കഴുകി പൊടിപ്പിക്കാം. റേഷൻ കടയിൽ പോവാം. കുലുക്കിട്ട് അരി കഴുകി വെയിലത്തിട്ട് ഉണക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും വെയിൽ പോവും വരും, വെയിൽ പോവും വരും, വെയിൽ പോവും വരും. ഉമ്മച്ചാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മേടിച്ചുകൊണ്ടുവന്നപ്പോഴേ മുളകൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ കിടക്കണു മല്ലി, ഇതീ കിടക്കണു മുളക്. നമുക്കും ഓണം വന്നു. ഓണത്തിൻ്റെ വെറിയെന്നാണ് കേട്ടോ അമ്മച്ചി പറയുന്നത്. ഓണത്തിൻ്റെ വെയിലാണെന്ന് തോന്നുന്നു, മങ്ങിപ്പോകില്ലാന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇതെല്ലാം ഉണക്കി പറക്കി എടുത്തുനിന്ന് വൈകുന്നേരം അതൊക്കെ പൊടിപ്പിക്കാൻ പോകണം. പിന്നെ അമ്മച്ചി പറഞ്ഞില്ല റേഷൻ കടയിൽ പോകണം. അങ്ങനെ ലേശം പരിപാടീസ് ഉണ്ടെന്ന്. അപ്പം ഇന്ന് അതാവാമേ. അമ്മച്ചി പറഞ്ഞിട്ടു അരി ഉണങ്ങില്ലാന്നുണ്ടെങ്കിൽ, വെയിലില്ലാന്നുണ്ടെങ്കിൽ അരി ലേശം ഉരുളിയിലോട്ടിട്ട് അടുപ്പിലോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എന്തെന്നാണ് അവിടെ ഞാൻ പറഞ്ഞേ? ആ രണ്ടിനെയും കൂടെ ഒരുമിച്ച് നിർത്താനേ കൊള്ളത്തില്ല. രണ്ടും അടിയും വഴക്കും ആവും. മോൻ അമ്മച്ചി ഉപദ്രവിക്കും, അമ്മച്ചി വിളിക്കും. ആ ഒരു പരിപാടിയാണ്. ഇപ്പം നമ്മൾ റേഷൻ കടയിൽ പോകുമ്പോഴത്തേക്കും ബാക്കി അരിയൊക്കെ കഴുകി എടുക്കട്ടെ. ചൊറിയും രാവിലെ അല്ല, ഉച്ചയായി, 1 മണിയായി. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ രാവിലെ ജോലിക്ക് പോയി. രാവിലെ 10-10:15 ആയപ്പോഴത്തേക്കും പുള്ളി ഇറങ്ങി. ഇനി ചൊവ്വാഴ്ചയേ വരത്തുള്ളൂ. ചൊവ്വാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ പറഞ്ഞതെന്ന് അറിയാൻ വയ്യ. അപ്പോഴേ വരത്തുള്ളൂ. അതുകൊണ്ടൊരു രസമില്ല, എന്നാലും സാരമില്ല. അപ്പം നമുക്ക് വൈകിട്ട് റേഷൻ കടയിൽ പോകണതാവാം ബാക്കി. നിങ്ങൾക്കൊക്കെ ഓണം വന്നോ? എല്ലാവരും ഓണത്തിന് ഇതേപോലെ സാധനങ്ങൾ മേടിച്ച് ഉണക്കി പറക്കി പൊടിച്ചൊക്കെ എടുത്ത് വയ്ക്കും. നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്ന ആഘോഷമാണല്ലോ. മാവേലി വരുമായിരിക്കും. ഓണത്തിന് സദ്യ കഴിക്കാനൊന്നും ഇപ്രാവശ്യം ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ വലുതായിട്ട് സദ്യയും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യണില്ല. 1-2 പായസം വയ്ക്കണം, ഒരു കുട്ടി സദ്യ. നമ്മൾ 3.5 പേരുണ്ടല്ലോ, 3.5 പേർക്ക് കുട്ടി സദ്യ. അതിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അത് സെറ്റാവോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വയ്യ. വെയിൽ കാരണം എനിക്ക് കണ്ണൂർന്ന് നോക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വൈകിട്ടാവാം ബാക്കി. ലെറ്റ്സ് ഗോ ഫോർ അരി പൊടിപ്പിക്കൽ. ചെല്ലിമുക്ക് ഒരു പോണുണ്ട്. ഒരു ടീഷർട്ടും ഒരു ചെരുപ്പിടാ, ഷൂ ഇടാ. എൻ്റെ ചെരുപ്പ് ഇപ്പുറത്തായി പോയി. ഉണക്കാൻ വെച്ച മുളക് ഉണങ്ങിയില്ല, മുളകിന് വെയിലടിച്ചില്ല. കുറച്ച് മുളക് ഉണങ്ങിയുള്ളതുകൊണ്ട് മുളകും മല്ലിയും കൂടെ അമ്മ നാളെ കൊണ്ടുപോയി പൊടിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അരിയും പൊടിച്ച് വറുത്ത് റേഷൻ കടയിലും പോയി. റേഷൻ കട കിറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു. കിട്ട് പോയി നോക്കണം. എനിക്കൊരു കാർഡ്, ഉമ്മച്ചിക്ക് ഒരു കാർഡ്. അങ്ങനെയാണ്. എൻ്റെ കാർഡിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഐ എം എ സിംഗിൾ പേഴ്സൺ. ഉമ്മച്ചിയുടെ കാർഡിൽ ഉമ്മച്ചിയും ചിഞ്ചേച്ചിയും ഗൊപ്പുവിന് സ്വന്തമായിട്ട് കാർഡുണ്ട്. അങ്ങനെ ആണ്. അപ്പം നമ്മൾ 2 കാർഡായതുകൊണ്ട് കാർഡ് പതിക്കാൻ വേണ്ടി ഞാനും പോകണം. അതുകൊണ്ടാണ് ഇപ്പോൾ പോകണം. ഇല്ലേ വീട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പം പോവാം. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ ബിജോണൻ്റെ ഓട്ടോയാണ് തോന്നുന്നു. വിളിച്ചേക്കണേ, അറിയാൻ വയ്യ. ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. റേഷൻ കടയിൽ പോകാൻ റെഡി ആയി നിൽക്കണം. ഈ ചോറ്റന് മുഖത്ത് ഓഫ് അടിച്ച്. അരി ബക്കറ്റിലരി, സഞ്ചിയിലും അരി, ലോട്ട്സ് ഓഫ് അരി. ഓട്ടോ വരണം കേട്ടോ. അപ്പം ചളിമുക്കി പോയിട്ടാവാം. ബിജുവണ്ണൻ്റെ ഓട്ടോയാണ്, ഈ റെഡ് കളർ ഓട്ടോ. വരുന്നുണ്ട്. ഈ വഴിത്താരയിലൂടെ ബിജുവണ്ണൻ്റെ വണ്ടി വരുന്നുണ്ട്. റോഡ് വളരെ നല്ലതായതുകൊണ്ട് ഓട്ടോയ്ക്ക് പറന്നു വരാൻ സാധിക്കുന്നതാണ്. പഠിക്കാൻ പോയിട്ട് ഇവിടെ വന്നിരിക്കുന്നു.
കൊള്ളാമോ എന്തോ. പെട്രോൾ അടിച്ച് കൊടുക്കലാണ് ഞാൻ അതൊക്കെ നോക്കി. കുപ്പി പറക്കാൻ പോണ ആൾക്കാർ എടുത്തോ ഭംഗി നോക്കണം. അടപ്പ് കുഴപ്പമില്ല, അതിന്റെ അടുത്ത് തന്നെ കാണും അടപ്പ്. അടപ്പില്ലെങ്കിൽ എടുത്തോ, കൊപ്പി എടുത്തോ, നമുക്ക് അടപ്പ് അവിടെ നിന്ന് എടുക്കാം. അടപ്പിനാണ് അല്ല ആക്ര ഷാജി, ആക്ര ഷാജി പോയി ഓടി വിടറാ. കുപ്പി 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 മണ്ണെണ്ണ വാങ്ങിക്കാനുള്ള കുപ്പി. പിന്നെ അല്ല പിന്നെ മണ്ണെണ്ണ വാങ്ങിക്കാനുള്ള കുപ്പി. അവിടെ തുറന്നു കാണില്ല ഇവിടെ. ബഹുവല്ലല്ലോ, ഇത് കമ്പൂല്ലേ? കാക്കയല്ലേടാ, അത് പ്രാവ് പ്രാവ്. റേഷൻ കട തുറന്നില്ല, റേഷൻ കട തുറന്നില്ലെന്ന്. വാഹ 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 ഊരി അടിച്ചൊക്കെ ഇറങ്ങി പറഞ്ഞു. അൽ കൗ കൗവാണ് കേട്ടോ അത്. നല്ല ആകാശം, നല്ല മരം, ലോട്ട്സ് ഓഫ് ബേർഡ്സ്. അടിപൊളി അടിപൊളി കൊള്ളാം. കിടിലം കിടിലം. ഒരു ബസ്, KSRTC ബസ്. കിളി 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 എന്താണ്? യോ അത് പിടിക്കാൻ പറ്റത്തില്ല, പറന്ന് നടക്കണതാണോടാ, അതിനെ പിടിക്കാൻ പറ്റത്തില്ല. അത് വെച്ച് കൊത്തി തന്നെ കണ്ടു. കൗ ചേട്ടന്മാര് സ്കൂൾ വിട്ട് പോണ കണ്ടു. അടയോ ഇന്നെങ്ങാനും തുറക്കോടെ ചെയ്തു റേഷൻ കട. കട തുറക്കും വരെ വെയിറ്റ് ചെയ്യാം. വീടല്ലേ, ക്ലാപ്പ് ചെയ്ത് ക്ലാപ്പ് ചെയ്ത്. കൗ കൗ മുട്ട വെയിലും തന്നെ കൊണ്ടൊന്ന് കെട്ടി വെച്ചേക്കും. മണിയൊക്കെ ഉണ്ട് കഴുത്തിൽ. കൗവ് കൗവാണത്. ഇവിടെ എങ്ങനെ ഇരിക്കാം, അത് തുറക്കട്ടെ. വീട് വീടിഞ്ഞോട്ടാണ്. ഒരു മോനും ഒരു മോളും ആണ് അവന്. ഞാനിച്ച് 2 ആമ്പിളരാണ്. ഹായ് പറഞ്ഞു. അതൊന്നും വാങ്ങിക്കൂല. മൊബൈലിന്റെ സൈഡ് മൊത്തം കടിച്ചു പറിച്ചെണ്ണ. ഇവിടെ എഴുതിക്കണമെങ്കിലേ കാലിന് സ്വപ്പം എന്തി ഉണ്ടെണ്ണം സംശയം തരണ. നമുക്ക് തുറക്കട്ടെ. അവിടെ നിന്ന് സങ്കടം തന്നെ എന്തിനി. ചുമ്മാ 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 വെളിയിൽ കാണിക്കാൻ. ഇനി എവിടെ കൊണ്ടിട്ട് വെളിയിൽ കാണിക്കട്ടെ നമ്മള്.
എവിടെ കൊണ്ടുണ്ട് തല്ലേക്ക് രാവിലെ കൊണ്ടുവന്നിട്ട് കേട്ടാ ചിരിക്കൊക്കെ ചെയ്യുവണ്ണ അതിപ്പോ സൗണ്ട് കേൾക്കണം. അവൻ അങ്ങനെയുള്ള സൗണ്ടൊന്നും ഇഷ്ടപ്പെടില്ല. അതേ ഉള്ളൂ. ലോലനാണ് എന്റെ പൊന്ന്. അതത്ര നിന്നാ മതിയാ. പോയിട്ട് നമുക്ക് ഡാഡാടുത്ത് പറയാം. ഈ 4 മണിയെന്ന് പറഞ്ഞത് അറിയാമോ? എപ്പുറത്ത് കടയിൽ അപ്പൊ ഉണ്ണിയണ്ണൻ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഇനി വന്നല്ലേ 4 മണി കഴിഞ്ഞിട്ട് തുറക്കാം എന്നുള്ള രീതി. ഞാൻ ഒറിജിനൽ രാവുത്തച്ചിയാണ്. അപ്പച്ചി വന്നില്ലേ? വഴിയിൽ നിന്ന് 2 അപ്പച്ചീരൊക്കെ കുപ്പി എടുത്തിട്ടേക്കണം. ഇതെങ്ങനെയാ ചുമ്മാ കടുപ്പം തന്നെ 10 പാക്കറ്റ് വാങ്ങിച്ചു വയ്ക്കും. കുറേ വരുമ്പോ നേരത്തെ എറിയാം. അപ്പൊ ഈ പൊടിയാ ഇതിനകത്ത് കിടക്കണ? അത് പൊടിഞ്ഞു പോയതാണ്. ഒന്ന് മാറ്റിയ അത് കഴിഞ്ഞ അമ്മ കഞ്ഞി കുടിക്കാൻ വേണ്ടി വാങ്ങിക്കണേ. അയ്യോടെ അങ്ങ് തരാൻ എനിക്ക് വേണ്ട, എടുത്തോ. സത്യം. പിന്നെ കഞ്ഞി വെച്ച് കുടിക്കാനില്ല. അതാ പച്ചരി കഞ്ഞി പോലെയാണ് ഇരിക്കണേ. ഇപ്പഴേ ഉള്ളു 5 കിലോ ഉള്ളു. ഇവിടെ മാറ്റാൻ ഇനിയും ഇപ്പൊ മാറ്റിത്താ. ഒറ്റയായിട്ട് ഒരു ലക്ഷത്തിനെ കൊണ്ടുവരൂല. അല്ല വെള്ളാരിയടി നല്ല വെളുവളമായിരിക്കണ സുന്ദരി. നമ്മള് തിന്നെ നമ്മൾ കോഴിക്കും പട്ടിക്കും കൊടുക്കാനല്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് പട്ടിക്കും കോഴിക്കാനാണ് കൊടുക്കുന്നത്. അതന്നെ ഇനി ഞാൻ തരില്ല, മാറ്റി തരും. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വാങ്ങിച്ചോളൂ. ഞാൻ ഇഷ്ടപ്പെട്ട തീർച്ച തരാം. അതിനിടവണ്ണം കേട്ടോ, ഇതിനിടവണ്ണേ, ഇതിന് കരിയണേ. ഓ ആ അത് വേണ്ടല്ലോ, അത് വരുന്നതാണ്. എത്ര വില വെച്ചാണ്? വേണ്ട അല്ല ചുമ്മാ പറഞ്ഞ പഞ്ചാര മണ്ണെണ്ണ കഴിയുന്നാണ് എവിടെ പോയിട്ട് ഒന്നേ ഉള്ള ഉണ്ണിയണ്ണ ഒരു 2-3 തരി. എന്താ മൂന്നാമത്തെ കോല് കിറ്റില് പഞ്ചസാര ഇട്ടു, അല്ലാതെ അടുത്ത മാസം പഞ്ചസാര ഇട്ടു. ഭാഗ്യം പറഞ്ഞ എന്താ കാര്യം പറയണത്? ഇനി എന്നെ കൊണ്ട് അടി ഉണ്ടാക്കാം. പോയാ എടുത്താണോ? ഒരു ഉപ്പ് എടുത്താണോ? ഇത് കിൻഡർ ജോയി അല്ലല്ലേ, വെറും കുട്ടൻ ജോയി. അയ്യേ അത് മേടിച്ച് കൊച്ചിന് കൊടുത്തേയും കൂടെ. ബിസ്ക്കറ്റ് അത് മേടിച്ചിട്ടുണ്ട്. അത് അവിടെ എങ്ങനെ കയറി തപ്പി വണ്ടി വിളിച്ചാൽ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പം അപ്പുറത്ത് ചെല്ലണം. ഉണ്ണിയപ്പൂപ്പൻ്റെ വണ്ടിയിൽ ജംഗ്ഷനിലോട്ട് പോകാം. അരി പൊടിച്ചതെടുക്കാം. ഉണ്ണിയപ്പൂപ്പൻ
ലെറ്റ്സ് എൻജോയ് ഉണ്ണിമാമൻ്റെ കട. ഞാൻ പോകാൻ പറ്റുള്ളൂ സാധനം മേടിച്ചിട്ട് 50 രൂപ ഐസ്ക്രീം ഐസ്ക്രീം. എവിടെയെങ്കിലും കാണുന്ന ഇവരല്ലേ ഇടണത്, അവർക്കറിയാം. ഈ വിലയുള്ളവരാണ് ചാവുന്നത്. ഐസ്ക്രീം കുടിച്ചിട്ട് കമ്പ് കഴിക്കണം. ഓക്കെ തന്നാ തരൂലല്ലേ? ഇല്ല വേണ്ട. തരൂലേ? വെള്ളം തരൂ. അതൊക്കെ വീട്ടിൽ വന്നാൽ തരും. വഴിയിൽ വെച്ച് വാങ്ങിച്ചു തരും. വാങ്ങിച്ച് വാങ്ങിച്ചു തരൂലേ? വേണ്ട. വീട്ടിൽ വരുമ്പോ തരും. അല്ല വീട്ടിൽ ഞാൻ വന്നു വീട്ടിൽ വന്ന ആഹാരം തരും, വെള്ളവും തരും. തരുമല്ല. വേറെ ഒന്നുമില്ലല്ലേ. ഇത് ഞാൻ പൊടി എടുക്കാൻ പോകാത്തതിന്റെ കയറുവാണ് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെയല്ല. നമ്മളവിടെ മില്ലിൽ വന്നതേ അരി പൊടിപ്പിക്കാൻ വന്നത്. അപ്പൊ റേഷനിലേക്ക് മാവെടുത്തോണ്ടോന്നില്ല. മാവ് എടുത്തോണ്ട് വരട്ടെണ്ണ. ഇത് എന്റെ പന്നെണ്ണം